ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ജെഫ് കെല്ലറുടെ ആറ്റിറ്റ്യൂഡ് ഈസ് എവറിത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബുക്ക് വായിച്ചിട്ടുള്ളവർ ആരൊക്കെയുണ്ട്? ഞാൻ ഈ ബുക്കിൻ്റെ റിവ്യൂ പറയാനൊന്നും വന്നതല്ല കേട്ടോ. ഞാനിപ്പോൾ നെക്സ്റ്റ് ആയിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണിത്. ഇത് ഉപ്പയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തതായിരുന്നു. പക്ഷേ ഉപ്പ പോയപ്പോൾ ഞാനത് വായിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തു കൊണ്ടുവന്നതാണ്. അപ്പോൾ ഏത് ബുക്ക് വായിക്കുമ്പോഴും ഞാൻ ആദ്യം ചെയ്യുന്നത് അതിനായിട്ടൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കലാണ്. ഞാൻ യൂസ് ചെയ്ത ബുക്ക് മാർക്ക് റീയൂസ് ചെയ്യുന്നത് എനിക്കെന്തോ അത്ര ഇഷ്ടമില്ല. കാരണം ബുക്ക് മാർക്ക് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ളൊരു സംഭവം ആണെങ്കിലും കൂടിയിട്ട് അതൊരു വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു രസം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ബുക്ക് മാർക്ക് ഇതാ ഒരു ബുക്കിന് മാച്ച് എക്സാക്റ്റ് ആ ഒരു കളറൊന്നുമല്ല, എന്നാലും ഏകദേശം മാച്ചിങ് ആയിട്ട് വരുന്ന രീതിയിൽ ഒരു സ്കൈ ബ്ലൂ തീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഇറ്റ്സി ബിറ്റ്സി എന്ന് പറഞ്ഞിട്ടുള്ള ക്രാഫ്റ്റ് സ്റ്റോറിൽ നിന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ചിട്ടുള്ളതാണ്. ഞാനിത് എൻ്റെ ഒരു കസിൻ്റെ ബേബി ആൽബം ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുള്ളായിരുന്ന ഒരു പേപ്പർ പാക്കിൽ ബാക്കിയുള്ളതാണ് കേട്ടോ. അന്നൊന്നും ഞാൻ പേപ്പർ പാക്സ് ഇങ്ങനെ പ്രിൻ്റ് ചെയ്യിക്കാറില്ലായിരുന്നു. അതൊക്കെ ഞാനിതുപോലെ പേപ്പർ പാക്സ് ഇങ്ങനെ സെറ്റായിട്ട് മേടിക്കാറില്ലായിരുന്നു. അങ്ങനെ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുള്ള ഒരു പേപ്പർ പാക്കായിരുന്നു ഇത്. അപ്പോൾ അതിന് ഞാൻ ആദ്യം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ്, അങ്ങനെ ഞാൻ സൈസൊന്നും എക്സാക്റ്റ് അളന്നിട്ടല്ല കട്ട് ചെയ്തത്, ഏകദേശം ഒരു സൈസ് എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു 3/4 വരുന്ന വേറൊരു പോർഷനും കട്ട് ചെയ്തിട്ട് ഇതുപോലൊരു ഫ്രെയിം കട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു പെൻ നൈഫ് ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തത്. അല്ലെങ്കിൽ നമ്മുടെ തെർമാക്കോൾ കട്ടറോ അല്ലെങ്കിൽ സിസേഴ്സോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക, ഒരു ഫ്രെയിം പോലെ. അങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഒരു ഡബിൾ സൈഡഡ് ടേപ്പ് എടുത്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്നറിയോ? എനിക്കും അറിഞ്ഞൂടാ. കാരണം ഞാനതെടുത്ത് കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഓർക്കുന്നത് ഇതെന്തിനാണ് ഇപ്പോൾ എടുത്തതെന്ന്. അത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആവശ്യമില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ആവശ്യം. അതിൻ്റെ മുന്നേ എനിക്ക് വേണ്ടത് അക്രിലിക് ഷീറ്റ് ആയിരുന്നു. പക്ഷേ ഞാനത് എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് എൻ്റെ കയ്യിൽ. അത് സ്റ്റോക്ക് തീർന്നിട്ടുണ്ട്, ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ലേനു. അതുകൊണ്ട് അക്രിലിക് ഷീറ്റ് ഇല്ല. തൽക്കാലം ഞാനിങ്ങനെ ഒരു കവർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്പെറൻറ്റ് കവറ്, കുറച്ച് നീറ്റായിട്ടുള്ള, അധികം ചുളിവുകളൊന്നും വീഴാത്ത ട്രാൻസ്പെറൻറ്റ് കവർ എടുത്തിട്ട്, അത്യാവശ്യം തിക്നെസ് ഉള്ളൊരു ട്രാൻസ്പെറൻറ്റ് കവർ എടുത്തിട്ട് ഇതേതുപോലൊരു ടിഷ്യൂ ടേപ്പ് വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ടിഷ്യൂ ടേപ്പ് വെച്ചിട്ട് ആ ഒരു ഫ്രെയിമിൻ്റെ 4 സൈഡിലും ഒട്ടിച്ചിട്ട് പിന്നെ ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഇത് ഏകദേശം ആ ഒരു ഫ്രെയിം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബുക്ക് മാർക്കിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്യാനുള്ളതാണിത്. എന്നിട്ട് ഇതിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൻ്റെ പീസൊക്കെ കട്ട് ചെയ്ത് കളയണം. ഇനിയാണ് നമുക്ക് ഒരു ഫോം ഡബിൾ സൈഡ് ടേപ്പിൻ്റെ ആവശ്യം. അത് ഇതുപോലെ നമ്മൾ നേരത്തെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുത്ത അതേപോലെ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒട്ടിച്ചതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് പീസും ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റും തമ്മിലൊരു ഗ്യാപ്പ് വരണം. അതങ്ങനെ അതിൽ സ്റ്റിക്കായി നിൽക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഫോംഡ് ഡബിൾ സൈഡ് ടേപ്പ് തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. ഫോം ടൈപ്പിലുള്ള ഡബിൾ സൈഡ് ടേപ്പ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യാൻ. ടിഷ്യൂ ടേപ്പ് യൂസ് ചെയ്താൽ ആ ഒരു ഗ്യാപ്പ് വരില്ല. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് സീക്വൻസസ്, നമുക്ക് ഇഷ്ടമുള്ള സീക്വൻസസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ റെസിൻ ആർട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന സീക്വൻസസ് ബാക്കി ഉണ്ടായിരുന്നത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേ ഇതുപോലെ നല്ലൊരു ഷേക്കർ കാർഡ് പോലത്തെ ഒരു ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല രസമാണ്, നല്ല ക്യൂട്ടാണ്. നമുക്കിങ്ങനെ കുട്ടികൾക്കൊക്കെ ആയിരിക്കും ഇത് കൂടുതൽ സ്യൂട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വായിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് മാത്രം ഒരു ഹോബി ആവരുത് കേട്ടോ. ഇതിട്ടിട്ട് ഇങ്ങനെ ഷേക്ക് ചെയ്ത് കളിക്കുന്ന, നമ്മൾ വായനയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. എന്നാലും നമുക്ക് വായിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും ഇടയ്ക്കത്. അപ്പോൾ നമ്മുടെ ഷേക്കർ ബുക്ക് മാർക്കിൻ്റെ സൗണ്ടൊക്കെ കേട്ടു വന്നല്ലോ, ASMR സൗണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കോഴിക്കുഞ്ഞിൻ്റെ ASMR സൗണ്ടും കൂടി ഉണ്ട്. അതൊന്ന് ഇഗ്നോർ ചെയ്യുക. എന്നിട്ട് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഒരു ഫീൽ കിട്ടും. അപ്പോൾ അതേ ഞാൻ ഈ ഒരു പേപ്പർ പാക്കിൽ നിന്നാണ് കേട്ടോ ഞാൻ ഒരു ഷീറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.